ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? കുറച്ചു പേരൊക്കെ നമ്മുടെ ഒപ്പം എത്തി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു. വളരെ വളരെ സന്തോഷം. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അതിനോടൊപ്പം കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന സമയം, അത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു നോട്ട്സ്, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു നോട്ട്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് പ്രിപ്പയർ ചെയ്ത് നിങ്ങളത് സൂക്ഷിക്കുക. എക്സാമിന്റെ സമയത്ത് അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് അത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാം 1 by 1 ഓർഡർ ആയിട്ട് തന്നെ കാണണം. പുതിയ ആളുകളോടാണ് പറയുന്നത്, ഒന്നും സ്കിപ്പ് ചെയ്ത് കളയാനോ ഒന്നും. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അല്ലാത്തതൊന്നും എടുത്തു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം മെയിനായിട്ടും സമയമില്ല, സന്ദർഭമില്ല. പക്ഷെ പഠിക്കാൻ അതിയായ താല്പര്യമുള്ളവരും എങ്ങനെയെങ്കിലുമൊക്കെ പരീക്ഷ എഴുതി നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഒരു ജോലി മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് വൈഡായിട്ട് കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ പോകാനുള്ള സമയമില്ല. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മള് ഒരുപാട് എന്താ പറയാ, നമ്മുടെ ആഴത്തിൽ പഠിച്ച്, നമ്മളിപ്പോ ബികോമില് എത്രയോ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഈ എല്ലാ സബ്ജക്ട്സിന്നും എല്ലാത്തിന്നും ക്വസ്റ്റ്യൻ വരില്ല അല്ലെ? എല്ലാ സബ്ജക്ട്സും ഇപ്പൊ 10 മൊഡ്യൂളിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 10 മൊഡ്യൂളിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭാഗങ്ങളെ കണ്ടെത്തി അവിടെ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് സമയവും സന്ദർഭമുള്ള ആളുകൾ കൂടുതൽ അറിയാനും കൂടുതൽ വായിക്കാനും മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ കളക്ട് ചെയ്യാനും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ഒക്കെ പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി സമയമില്ലാത്ത ആളുകൾ ഈ വീഡിയോസിൽ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക, എൻഡ് വരെ കണ്ട് നോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലാണ് പഠിച്ചത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. സ്വെറ്റ് ഇക്വിറ്റി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബോണസ് ഷെയർസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ കോൾസ് ഇൻ അരിയർ. എന്താണ് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പണം, ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപയാണെന്ന് വിചാരിക്കുക, അതിന്റെ ഫേസ് വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഷെയർ ഒറ്റയടിക്ക് 10 രൂപ അങ്ങനെ വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്, പലതായിട്ട് കോൾ ചെയ്യാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അലോട്ട്മെന്റ് ഒരു സ്റ്റേജ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, ഫൈനൽ കോള്, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കോള് നമുക്ക് ഡ്യൂ ആയി കഴിഞ്ഞ് കോള് വിളിക്കുന്ന സമയത്ത് ആ ഷെയർ കയ്യിലുള്ള വ്യക്തിക്ക് ആ കോളിന്റെ എമൗണ്ട് പേ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. ദ ടോട്ടൽ ഓഫ് അൺപെയ്ഡ് എമൗണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് 1 or more ഇൻസ്റ്റാൾമെന്റ് ഈസ് നോൺ ആസ് കോൾസ് ഇൻ അരിയർ. അപ്പൊ അരിയർ എന്ന് കേൾക്കുമ്പോ തന്നെ അറിയാലോ എന്താ പറയുന്നത്? ഏതെങ്കിലും വിളിച്ചു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് പൈസ കൊടുക്കാനായിട്ട് ഒരു ഇൻവെസ്റ്റർക്ക്, ഒരു ഷെയർ ഹോൾഡർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ കോൾസിന് ഈ ഒരു പോയിന്റ് ഞാൻ ഇവിടെ പറയാൻ കാരണം, ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ദ ഡെബിറ്റ് ബാലൻസ് ഇൻ ദ അലോട്ട്മെന്റ് ആൻഡ് ഓർ കോൾസ് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് ദ കോൾസ് ഇൻ അരിയർ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡെബിറ്റ് ബാലൻസ് അലോട്ട്മെന്റിന്റെ അല്ലെങ്കിൽ കോൾസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത് എന്താണെന്നാ പറയുന്നത്? കോൾസ് ഇൻ അരിയറിനെയാണ് ഡെബിറ്റ് ബാലൻസ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ വരാൻ പാടില്ലേ? ദ ഡെബിറ്റ് ബാലൻസ് ഇൻ ദ
അലോട്ട്മെന്റ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് എന്തിനെ കാണിക്കുന്നതാണ്? കോൾസ് ഇൻ അരിയറിനെ കാണിക്കുന്നതാണ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് നമ്മൾ എന്ത് ചെയ്യും? കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് എന്ത് കുറച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ എവിടെയാ കാണിക്കുന്നത്? ലയബിലിറ്റി സൈഡാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ കുറച്ച് പോയിന്റ്സ് കിട്ടി അല്ലേ? അപ്പോ അലോട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ കോഴ്സ് അക്കൗണ്ടിന്റെയോ ഒക്കെ ഡെബിറ്റ് ബാലൻസ് കോൾസ് ഇൻ അരിയറെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്താണ്? കോൾസ് ഇൻ അരിയർ കുറയ്ക്കുമ്പോൾ നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡാണ് കാണിക്കുന്നത് അല്ലേ? അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഇവിടെ കണ്ടോ, നമ്മള് നോട്ട് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും. ഇപ്പൊ കമ്പനിയുടെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബാലൻസ് ഷീറ്റ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ഇതൊരു ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ ഐഡിയയിൽ ഒരുപാട് ഐറ്റംസ് വരും. പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഇതിന്റെ ഈ ഒരു കോൾസ് ഇൻ അരിയർ കാണിക്കാൻ വേണ്ടി ഇവരിത് കൊടുത്ത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ അവിടെ ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഈ ഷെയർ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റ്, അതായത് 1,57,600 1,57,600 രൂപ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇവിടെ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോട്ട് ടു അക്കൗണ്ട്സില് നമ്മൾ താഴെ ഫുഡ് നോട്ട് പോലെ നമ്മൾ താഴെ കൊടുക്കും ഈ ഷെയർ ക്യാപിറ്റലിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അവരുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 25,000 ഇക്വിറ്റി ഷെയർ 10 രൂപ വെച്ചിട്ട് 2,50,000 ആണ്. അതിൽ അവർ നിലവിൽ ഇഷ്യൂ ചെയ്തത് എത്രയാണ്? 16,000 മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. 16,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപ വെച്ചിട്ട് 1,60,000. അപ്പോ ഇവിടെ മൊത്തം 16,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത് 10 രൂപ വെച്ചിട്ട്. അപ്പോ 1,60,000. ഇതിൽ സബ്സ്ക്രൈബിൽ തന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വിളിച്ചതിൽ നമുക്ക് 10 രൂപയാണല്ലോ ഷെയർസ് ₹10 ഈച്ച്. ഫുള്ളി പെയ്ഡ് അപ്പ് 10 രൂപയെ നമ്മൾ വിളിച്ചു. അത് ഫുള്ളായിട്ടും അതിന്റെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 15,400 ആണ്. 16,000 15,400, അതായത് 600 ഷെയർ ഒഴികെ ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ 10 രൂപ വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 1,54,000 രൂപ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബട്ട് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ്. എത്രയാ? ഫുള്ളി പേ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് 600 ഇക്വിറ്റി ഷെയർസിന് 10 രൂപ വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 6,000 രൂപ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ എത്ര രൂപയാണ് അവർ തരാതിരുന്നത്? ലെസ് കോൾസ് ഇൻ അരിയർ. എത്ര രൂപയെ തരാതിരുന്നെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, കണ്ടോ? അതായത് എന്താ പറയുന്നത്? എ ഷെയർ ഹോൾഡർ ഹാവിംഗ് 600 ഷെയർസ് ഫെയിൽഡ് ടു പേ ദ കോൾ മണി. എന്നാ പറഞ്ഞേ. അപ്പൊ ഇവിടെ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിന്റെ 2 രൂപ ആപ്ലിക്കേഷൻ വിളിച്ചു, 4 രൂപ അലോട്ട്മെന്റ് വിളിച്ചു. അപ്പൊ 4ഉം 2ഉം 6. കോൾ മണി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ട് 4 രൂപ വിളിച്ചു. ഈ 600 ഷെയർ ഉള്ള ഒരാള് എന്ത് ചെയ്തിട്ടില്ല? 600 ഷെയറിന് 4 രൂപ വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. 4 രൂപ വെച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത്. കണ്ടോ? എ ഷെയർ ഹോൾഡർ ഹാവിംഗ് 600 ഷെയർസ് ഫെയിൽഡ് ടു പേ ദ കോൾ മണി. അപ്പൊ ഈ 600 ഫുള്ളി പെയ്ഡപ്പ് അല്ലല്ലോ. കാരണം ഫുള്ളി പെയ്ഡപ്പ് എന്ന് പറയുമ്പോൾ 10 രൂപയും ഫുൾ കൊടുത്തവരാണ് ഫുള്ളി പെയ്ഡപ്പിൽ വരുന്നത്. അപ്പൊ 600 രൂപ ഫുള്ളി പെയ്ഡപ്പ് അല്ല. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ. ഇവിടെ സബ്സ്ക്രൈബ്ഡ് ബട്ട് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് 600 × 10 6,000. ഇതിൽ കോൾസ് ഇൻ അരിയർ നമ്മൾ പറഞ്ഞ 4 രൂപ തരാനുള്ള അല്ലേ? ബാക്കി അയാൾ തന്നു. അപ്പൊ 6 × 4 എത്രയാ? 2,400. 600 × 4 2,400.
അപ്പൊ ഈ 2400 6000-ൽ നിന്ന് കുറച്ചിട്ട് ബാക്കി 3600 എന്ത് വരുന്നത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് എല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് 1,57,600. അപ്പൊ ഷെയർ ക്യാപിറ്റലിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇത് ഇങ്ങനെ നോട്ട് ടു അക്കൗണ്ട്സ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് കോഴ്സ് ഇൻ അരിയറിന്റെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നാല്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നാല് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്താ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കോള് വിളിച്ചു. അപ്പോൾ ഫസ്റ്റ് കോള് വിളിച്ചപ്പോ ചിലര് പറയാണ്, ഞങ്ങൾ ഫസ്റ്റ് കോള് വരെ വിളിച്ചപ്പോൾ, അതായത് 2 ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുക. 5 പ്രാവശ്യം വിളിച്ചു എന്ന് വിചാരിക്കുക. അലോട്ട്മെന്റ് മണി 2 രൂപ, ആപ്ലിക്കേഷൻ 2 രൂപ, അലോട്ട്മെന്റ് 2 രൂപ, ഫസ്റ്റ് കോള് 2 രൂപ, സെക്കൻഡ് കോള് 2 രൂപ, ഫൈനൽ കോള് 2 രൂപ, അങ്ങനെയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഫസ്റ്റ് കോള് 2 രൂപ വിളിച്ചപ്പോൾ തന്നെ മറ്റേ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞു, ഞങ്ങൾ ബാക്കി പൈസ കൂടെ എന്ത് ചെയ്യാം, തന്നേക്കാം, അപ്പൊ ബാക്കി 4 രൂപയും കൂടെ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പൊ അവർ ശരിക്കും അഡ്വാൻസ് ആയിട്ട് തരികയല്ലേ, അല്ലേ? അപ്പോ the amount received by the company in excess of what has been called up is known as calls in advance. നമ്മൾ ആക്ച്വലി 2 രൂപയുടെ കോള് വിളിച്ച സമയത്ത് നമുക്ക് കുറച്ചു പേര് 4 രൂപ ഇനി അടുത്ത 2 സ്റ്റേജസ് ആയിട്ട് വിളിക്കാനുള്ള എമൗണ്ടും കൂടെ എന്ത് ചെയ്തു, അടച്ചു. അങ്ങനെ എക്സസ് ആയിട്ട് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റലിനേക്കാൾ, നമ്മൾ കോൾഡ് അപ്പ് ചെയ്യുന്നതിനേക്കാൾ എക്സസ് ആയിട്ട് വരുന്നത് എന്താണോ അതാണ് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ദ ബാലൻസ് ഇൻ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഈസ് ഷോൺ ആസ് സെപ്പറേറ്റ് ഐറ്റം ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ടൈറ്റിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ ദ ഹെഡ് കറന്റ് ലയബിലിറ്റീസ് ആസ് സബ് ഹെഡ് അതർ കറന്റ് ലയബിലിറ്റീസ്. ഒന്ന് ആലോചിച്ച് നോക്കിയത് എങ്ങനെയാ കാണിക്കുന്നതെന്ന്. ഇക്വിറ്റി ആൻഡ് ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡില് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ താഴെ, കറന്റ് ലയബിലിറ്റീസിന്റെ താഴെ അതർ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് കാണിക്കുന്നത്, ഈ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരിക്കലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്ത് കാണിക്കുന്നില്ല. ഇതൊരു പോയിന്റ് ആണ്. ഇങ്ങനെ ജസ്റ്റ് പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നും എടുത്ത് പറയുന്നത്. അപ്പൊ കോൾസ് ഇൻ അഡ്വാൻസ് എന്താന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ കോൾസ് ഇൻ അഡ്വാൻസ് ഒരിക്കലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത് എവിടെയാ കാണിക്കുന്നത്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതായത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ താഴെ, കറന്റ് ലയബിലിറ്റീസിന്റെ താഴെ അതർ കറന്റ് ലയബിലിറ്റീസ് എന്ന ഹെഡിൽ ആണ് എന്ത് കാണിക്കുന്നത്, കോൾസ് ഇൻ അഡ്വാൻസിന്റെ ബാലൻസ് കാണിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു കേസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ ഓഫർ ചെയ്ത ഷെയറിനേക്കാൾ കൂടുതൽ ആളുകൾ ഷെയർ വാങ്ങിക്കാനായിട്ട് ഷെയറിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിന് ഇത്തരത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, മൊത്തത്തിൽ റിജക്റ്റ് ചെയ്ത് കളയാൻ നമുക്ക് 3 ഓപ്ഷൻസ് അങ്ങനെ അവൈലബിൾ. അപ്പോൾ എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് മനസ്സിലായോ? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്താണ്, ആ ഇഷ്യൂ ഓഫർ ചെയ്ത അത്രയും നമ്പറിനേക്കാൾ കൂടുതൽ പേര് ഷെയർ വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെട്ട് വരുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്.
Shares are said to be oversubscribed when the number of shares applied for is more than the number of shares offered for issue. ഇഷ്യൂവിന് വേണ്ടി ഓഫർ ചെയ്ത ഷെയറിനേക്കാൾ കൂടുതൽ ആളുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് ആപ്ലിക്കേഷൻ തരികയാണ്. നമ്മൾ 100 ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 300 ഷെയറിന്റെ ആപ്ലിക്കേഷൻ വരുവാണ്. ഒന്ന് ആലോചിക്കുക, 100 ഷെയറാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. പക്ഷെ 100 ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് നമ്മൾ നിന്നപ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 300 ഷെയർ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് വരികയാണ്. ഈ കേസ് നമുക്ക് എന്താ പറയാ, നമുക്ക് ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ഇപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിന് ഏകദേശം നമ്മൾ ഒരു എന്താ പറയാ ഇത്ര പേരെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഫുഡ് സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ 2 ഇരട്ടി ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആളുകൾ വരുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. അപ്പോൾ അതേ ഒരു കേസാണ്, അതേ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ കമ്പനി ഫേസ് ചെയ്യുന്നത്. അവര് നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വെൽ മാനേജ്ഡ് ആയിട്ടുള്ള കമ്പനീസിനാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് 3 രീതിയിൽ 3 ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. 3 രീതിയിൽ ഡയറക്ടേഴ്സിനെ അതിനെ കൈകാര്യം ചെയ്യാം. ഒന്ന്, കുറച്ച് ആപ്ലിക്കേഷൻസ് ഫുള്ളായിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള അത്രയും പേര് എന്താ പറയുന്നത് അത്രയും പേരുടെ ആപ്ലിക്കേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ അങ്ങനെ തന്നെ റിജക്റ്റ് ചെയ്ത് വിടാം. അതല്ല എന്നുണ്ടെങ്കിൽ പ്രോറേറ്റ ബേസിൽ, അതായത് 100 ഷെയർ ഇപ്പോൾ 10 ഷെയർ അപ്ലൈ ചെയ്ത ആൾക്ക് 5 ഷെയർ കൊടുക്കാം. അതൊരു കണക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഓരോ 5 ഷെയർ ഉള്ള ആൾക്ക് 1 ഷെയർ, അങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിൽ, അതായത് മൊത്തത്തിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അയാൾ 50 ഷെയർ ആണ് അയാൾ അപ്ലൈ ചെയ്തെങ്കിൽ 50 അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ 5 ഷെയറിനും 1 ഷെയർ വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അയാൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ടോട്ടൽ അയാൾക്ക് 10 ഷെയർ കിട്ടും. 50 ഷെയർ ആണ് അയാൾ അപ്ലൈ ചെയ്തെങ്കിലും പക്ഷെ അയാൾക്ക് 10 ഷെയർ എങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് പ്രോറേറ്റ ഡിസ്ട്രിബ്യൂഷനിൽ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്ന്, നമുക്ക് ഫുള്ളി ഒരു കേസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് സം ആപ്ലിക്കേഷൻസ് കുറച്ചുപേരെ ഫുള്ളായിട്ട് നമ്മൾ എടുത്തു, ആവശ്യമുള്ള ആളുകളുടെ ആപ്ലിക്കേഷൻ ഫുൾ പരിഗണിച്ചു, ബാക്കിയുള്ളവരെ കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്തു. മറ്റേതെന്ന് പറഞ്ഞാൽ പ്രോറേറ്റ ബേസിൽ എന്താണ് പറയുന്നത് പാർഷ്യലി എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഈ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വരാം. അതായത് കുറച്ചു പേർക്ക് ഫുള്ളായിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തു, അവർ അപ്ലൈ ചെയ്ത് അത്രയും ഷെയർ തന്നെ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തു. കുറച്ചു പേർക്ക് പാർഷ്യലായിട്ട് അലോട്ട്മെന്റ് കൊടുത്തു, കുറച്ചു പേരെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം? അവിടുത്തെ ഡയറക്ടർ ബോർഡിന് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും ഓവർ സബ്സ്ക്രിപ്ഷന്റെ കേസ് മനസ്സിലായല്ലോ. അപ്പൊ ഓവർ സബ്സ്ക്രിപ്ഷന്റെ സമയത്ത് വരുന്ന ഒരവസ്ഥ ഇതാണ് പ്രോറേറ്റ ബേസിസിലുള്ള ഒരു അലോട്ട്മെന്റ് ഒക്കെ വരുന്നത് ഓവർ സബ്സ്ക്രിപ്ഷന്റെ കേസിലാണ്. അപ്പൊ ക്ലിയർ ആയോ? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താന്ന് മനസ്സിലായോ? ഇപ്പൊ നെക്സ്റ്റ് ഒരു കേസാണ് ഷെയർ ഇഷ്യൂവിന് പല തരത്തിൽ ഇഷ്യൂ ചെയ്യാം. 10 രൂപ വിലയുള്ള ഷെയർ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യാം. അതാണ് പാറിൽ ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നത്. ഇനി 10 രൂപ വിലയുള്ള ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക, 2 രൂപ കൂടുതലായിട്ട് 2 3 രൂപ, അത് എത്രയാന്ന് വെച്ചാൽ കമ്പനിയുടെ ഒരു ക്രെഡിബിലിറ്റി പോലെയും ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് പോലെ ആയിരിക്കും അവർ ആ പ്രീമിയം എന്ത് ചെയ്യുന്നത്? നോമിനൽ വാല്യൂവിനേക്കാൾ ഷെയറിന്റെ നോമിനൽ വാല്യൂവിനേക്കാൾ ഹയർ പ്രൈസിൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിലാണെങ്കിലോ നോമിനൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ 10 രൂപ നോമിനൽ വാല്യൂ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ 7 രൂപയ്ക്കോ 8 രൂപയ്ക്കോ ഇഷ്യൂ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. 10 രൂപ നോമിനൽ വാല്യൂ ഉള്ള ഷെയർ 12 രൂപയ്ക്കോ 15 രൂപയ്ക്കോ ഇഷ്യൂ ചെയ്യുന്നതാണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. 10 രൂപ വിലയുള്ള
വിലയുള്ള ഷെയർ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ പോയിന്റ് ഇവിടെ പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണമെങ്കിൽ ഒരുപാട് പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാത്തിന്നും കുറച്ച് പ്രധാനപ്പെട്ട, നമ്മൾ പരീക്ഷയ്ക്കൊക്കെ തലേ ദിവസമൊക്കെ പോകുമ്പോൾ നമ്മളതൊന്ന് ഓടിച്ചിട്ട് നമ്മൾ നോക്കില്ലേ, അതേ ഒരു രീതിയിലാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷെ എന്തായാലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് അങ്ങനെ പോവാനും പറ്റില്ല, പോയിട്ടും കാര്യമില്ല. കാരണം ബേസ് മുതലേ പഠിപ്പിച്ച് അങ്ങനെ പോയിട്ട് നമ്മൾ എന്താ പറയുന്നത്, +2ന്റെ ബോർഡ് എക്സാമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമോ ഒന്നും അല്ല എഴുതാൻ പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ വന്നാൽ ആൻസർ ചെയ്യണം, അതേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പൊ ആ ഒരു രീതിക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയി മനസ്സിലായി എന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യാം കേട്ടോ. ഇനി ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യണ എന്താന്ന് ഞാനിപ്പോ പറഞ്ഞു അല്ലേ. 10 രൂപ വിലയുള്ള ഷെയർ 15 രൂപയ്ക്കോ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിനേക്കാൾ ഹയർ പ്രൈസിൽ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്യൂ എക്സസ് ഓഫ് ഇഷ്യൂ പ്രൈസ് ഓവർ ദ ഫേസ് വാല്യൂ സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂവിനേക്കാൾ അധികമായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ആ പ്രൈസിനെയാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മൾ പ്രീമിയം കളക്ട് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റല്, നമ്മൾ എമൗണ്ട് ഓഫ് പ്രീമിയം, നമുക്ക് ഷെയർ ക്യാപിറ്റൽ നമ്മൾ പല സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പൊ ആ സ്റ്റേജസിൽ അലോട്ട്മെന്റിന്റെ സമയത്തോ ആപ്ലിക്കേഷൻ മണിയുടെ സമയത്തോ ഒക്കെ നമുക്ക് കോൾ മണിയുടെ സമയത്തോ എപ്പോ വേണമെങ്കിലും നമ്മൾ 10 രൂപ ഉള്ള ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ പ്രീമിയം എമൗണ്ട് 2 രൂപ നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ട്, ഈ പ്രീമിയം നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കുന്ന ഈ ഒരു എക്സസ് എമൗണ്ട്, പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അതാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ നേച്ചറിലുള്ള പ്രോഫിറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമല്ല. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട്. ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഒരിക്കലും എന്തല്ല, ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമല്ല. അപ്പോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ താഴെ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ അടിയിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ അടിയിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ഈ സെക്യൂരിറ്റീസ് പ്രീമിയം കാണിക്കുന്നത്. അതുപോലെ ഇത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്ത പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഉപയോഗിക്കേണ്ടത് ഈ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. എക്സിസ്റ്റിംഗ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. രണ്ടാമത്, പ്രിലിമിനറി എക്സ്പെൻസ്, കമ്പനിയുടെ പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ മൂന്നാമതായിട്ട്, to write off expenses of or commission paid or discount allowed on any issue of shares or debentures of the company. അപ്പോൾ എന്താ പറയുന്നത്? എക്സ്പെൻസസ്, അതായത് കമ്മീഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ടിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തെങ്കിൽ ആ ഡിസ്കൗണ്ട് അലൗഡുമായി ബന്ധപ്പെട്ട് വന്നത് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നിട്ടുള്ള എക്സ്പെൻസുകൾ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ ബാലൻസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് റീപേ ചെയ്യുന്ന സമയത്ത്
ഇത് ഉപയോഗിക്കാം. ടു പേ പ്രീമിയം പേയബിൾ അതായത് നമ്മൾ റെഡീം ചെയ്യുന്നത് ഈ പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ പ്രീമിയത്തിലാണ് നമ്മൾ റെഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെക്യൂരിറ്റീസ് ഷെയർ ഇഷ്യൂവിൽ സെക്യൂരിറ്റീസ് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ ബാലൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതല്ലാതെ വേറെ ഒന്നിനും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം റിസീവ്ഡ് ഓൺ ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. കമ്പനീസ് അമെൻമെന്റ് ആക്ട് 1999 അനുസരിച്ച് പറയുന്നതാണ്. അതുപോലെ ഇറ്റ് കനോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ഇൻ ക്യാഷ് ഡിവിഡൻഡ് ആയിട്ടൊന്നും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് ഷെയർ ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സെപ്പറേറ്റ് തന്നെ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ താഴെ എന്തായിട്ട് കാണിക്കും, റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ അടിയിൽ എന്താണ് അതിന്റെ അടിയിലാണ് ഇത് വരുന്നത്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ഫ്രീ റിസർവ് ആയിട്ട് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ക്യാപിറ്റൽ റിസർവ് ആയിട്ട് മാത്രമേ, ഇതൊരു ക്യാപിറ്റൽ നേച്ചറിലുള്ള പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് മീൻസ് ആദ്യമായിട്ട് ഒരുപാട് നാള് ടെക്സ്റ്റുമായിട്ടൊന്നും ടച്ചില്ലാതെ നോക്കുന്ന ആളുകൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോവും. അപ്പോൾ അത് പോകണ്ട. അപ്പോൾ ഉള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം ക്ലിയർ ആയി എന്നുള്ളത്. ഒരു ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.